നെക്സ്റ്റ് വരുന്നത് ടിമ്പർ കോളംസ് ആണ് കേട്ടോ. അപ്പോൾ ടിമ്പർ കോളംസിൽ വരുമ്പോൾ 3 കാറ്റഗറീസ് ആണ് വരുന്നത്. സോളിഡ് കോളംസ് ഉണ്ട്, ബോക്സ് ആൻഡ് ബിൽട്ടപ്പ് കോളംസ് ഉണ്ട്, സ്പേസ്ഡ് കോളംസ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ തിയറി എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് സോളിഡ് കോളംസ് വരുമ്പോഴത്തേക്ക് ഇതിൽ തന്നെ 3 സെക്ഷൻസ് ആണ് വരുന്നത്. ഒന്ന് റെക്റ്റാങ്കുലർ വരും, സ്ക്വയർ വരും, പിന്നെ സർക്കുലർ വരും. അപ്പോൾ ഇത് മൂന്നെണ്ണത്തിൻ്റെ ഫിഗർ ഞാനിവിടെ സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, റെക്റ്റാങ്കുലർ എങ്ങനെയാണെന്നും സ്ക്വയർ എങ്ങനെയാണ്, സർക്കുലർ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോളിഡ് കോളംസിൽ തന്നെ വീണ്ടും 3 ഇതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് ആണ്, അതേപോലെ ഷോർട്ട് കോളംസ്, ഇൻ്റർമീഡിയറ്റ് കോളംസ്, പിന്നെ ലോങ് കോളംസ്. ഓക്കെ, ഇപ്പോൾ ഷോർട്ട് കോളംസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ S/D, അതായത് സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ 11 ആയിരിക്കും. ഓക്കെ, വിൽ ബി ലെസ് ദാൻ 11. പിന്നെ ഇൻ്റർമീഡിയറ്റ് കോളം ആണെന്നുണ്ടെങ്കിൽ S/D വിൽ ബി ബിറ്റ്വീൻ 11 ആൻഡ് K8. ഓക്കെ, K8 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ K8ൻ്റെ ഫോമുല ഇവിടെ തന്നിട്ടുണ്ട് താഴെ 0.702 × √E/FCP. അപ്പോൾ S/Dൻ്റെ വാല്യൂ 11 K8 ബിറ്റ്വീൻ ആണെന്നുണ്ടെങ്കിൽ അത് ഇൻ്റർമീഡിയറ്റ് കോളമായിട്ടാണ് ചൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലോങ് കോളം എന്ന് പറയുമ്പോൾ S/D വിൽ ബി ഗ്രേറ്റർ ദാൻ K8. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് സോളിഡ് കോളംസ് നമ്മൾ നോക്കുന്നത്. അതേപോലെ ഒരു സെൻറ്റൻസും കൂടെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഫോർ എ സർക്കുലർ കോളം സെക്ഷൻ D ഈസ് ടേക്കൺ ഈക്വൽ ടു ദ സൈസ് ഓഫ് ദ ഈക്വിവാലൻറ്റ് സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ ആസ് ദാറ്റ് ഓഫ് എ സർക്കുലർ സെക്ഷൻ. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ D എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് ഏരിയ ആണ് എടുക്കുന്നത്. അപ്പം 0.886 ടൈംസ് ഓഫ് D ആണ് സ്മോൾ d എന്ന് പറയുന്നത്. അത് സർക്കുലർ സെക്ഷൻ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് IS റെക്കമെൻഡേഷൻസ് ഫോർ എ സോളിഡ് കോളംസ്. അതായത് നമ്മൾ സ്ട്രെസ്സാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോളിഡ് കോളംസിൽ വരുന്ന കേസസ് നമ്മൾ എങ്ങനെയാണ് പെർമിസിബിൾ കംപ്രസീവ് സ്ട്രെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഫോമുലയാണ് FC. ഷോർട്ട് കോളം ആണെന്നുണ്ടെങ്കിൽ അത് FC വിൽ ബി ഈക്വൽ ടു FCP ആയിരിക്കും. അതേപോലെ ഇൻ്റർമീഡിയറ്റ് കോളം ആണെന്നുണ്ടെങ്കിൽ FCയുടെ ഫോമുല എന്ന് പറയുന്നത് FCP × 1 - 1/3 × S/K8 × D ഹോൾ ടു ദ പവർ ഓഫ് 4. അതേപോലെ ലോങ് കോളം ആണെന്നുണ്ടെങ്കിൽ അവിടെ വീണ്ടും ചേഞ്ച് ആവും. FC = 0.324 E/S/D ഹോൾ സ്ക്വയർ. അപ്പോൾ ഓരോന്നിനും ഷോർട്ട് കോളമിനും ഇൻ്റർമീഡിയറ്റ് കോളമിനും ലോങ് കോളമിന് അങ്ങനെ ഡിഫറെൻറ്റ് FCPയുടെ വാല്യൂ എങ്ങനെയാണെന്നുള്ള ഡിപ്പെൻഡ് ചെയ്തിട്ട് എഴുതുക. ഓക്കെ, പിന്നെ വരുന്നതാണ് ബോക്സ് ആൻഡ് ബിൽട്ടപ്പ് കോളം. ബോക്സ് ആൻഡ് ബിൽട്ടപ്പ് കോളം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ 2 or more പ്ലാങ്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഇവിടെ ബിൽട്ടപ്പ് ഓർ ദ ബോക്സ് കോളം വരുന്നത്. ബോക്സ് കോളം ബിൽട്ടപ്പ് കോളം നമുക്ക് അറിയാം 2 or more എക്സ്ട്രാ, അതായത് 2 or more ഇപ്പോൾ ടിമ്പർ ആയതുകൊണ്ട് 2 or more ബ്ലോക്സ് വരുമ്പോഴാണ് ബിൽട്ടപ്പ് സെക്ഷൻ ആവുന്നത്. ബോക്സ് വരുമ്പോഴത്തേക്ക് വരും 2 or more ആണ്. അതേപോലെ നടുക്ക് ഹോലോ പോലെ വരുവാണെന്നാണ് ബോക്സ് കോളമായിട്ട് വരുന്നത്. ഓക്കെ, ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഓക്കെ, ഫസ്റ്റ് വൺ ഷോർട്ട് കോളം. ഇവിടെ ഷോർട്ട് കോളം എന്ന് പറയുമ്പോഴത്തേക്ക് സ്ലെൻഡർനെസ് റേഷ്യോ ഇവിടെ ഫിഗറിൽ തന്നെ നമുക്ക് ഫസ്റ്റ് ഫിഗർ സെക്കൻഡ് ഫിഗറിൽ മനസ്സിലാവും 2 ഡെപ്ത് ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ നോക്കിയാൽ D1 എന്താണ്, D2 എന്താണ്. ഇവിടെ 4 പ്ലാങ്ക്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ഫിഗറിൽ 4 പ്ലാങ്ക്സിൽ D1 എന്ന് പറയുന്നത് ഔട്ടർ ഡയമെൻഷൻ ആയിരിക്കും, D2 എന്ന് പറയുന്നത് ഇന്നർ ആയിട്ടുള്ള ആ 2 പ്ലാങ്കിൻ്റെ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, D2 അങ്ങനെയാണ് D2 എടുക്കുന്നത്. നെക്സ്റ്റ് ഫിഗറിൽ D1 എന്ന് പറയുന്ന ഔട്ടർ ഡയമെൻഷൻ, D2 എന്ന് പറയുന്ന ആ ഹോലോ, ആ സ്പേസ് എന്ന് പറയാൻ പറ്റത്തില്ല, ആ ഒരു ഹോലോ പോർഷൻ എന്നാണ് D2 എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ബിൽട്ടപ്പ് കോളം വരുമ്പോഴത്തേക്ക് ഷോർട്ട് കോളം ആണെന്നുണ്ടെങ്കിൽ ഈ സ്ലെൻഡർനെസ് റേഷ്യോയുടെ 2 ഡെപ്ത് വരുന്നത് കൊണ്ടാണ് ഇവിടെ S/√D1² + D2² എടുക്കുന്നത്. അപ്പോൾ അത് ലെസ് ദാൻ 8 ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് കോളമാണ്. ബിറ്റ്വീൻ 8 ആൻഡ് K9 ഇവിടെ K9 ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ K9 കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോമുല കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8നും K9നും ബിറ്റ്വീൻ ആണ് ഈ സ്ലെൻഡർനെസ് റേഷ്യോ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഇൻ്റർമീഡിയറ്റ് കോളമായിരിക്കും. അതേപോലെ ഗ്രേറ്റർ ദാൻ ആണെന്നുണ്ടെങ്കിൽ ലോങ് കോളമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ K9ൻ്റെ ഫോമുലയിൽ യുവും ക്യൂവും വാല്യൂസ് എങ്ങനെ വരുന്നതെന്നാണ് ഈ ടേബിളിൽ നിന്ന് എടുക്കുന്നത്. ഓക്കെ, പ്ലാങ്കിൻ്റെ തിക്നെസ് അനുസരിച്ചായിരിക്കും. 25 mm ആണ് തിക്നെസ് ഉണ്ടെങ്കിൽ അതിന് യുവും ക്യൂവിൻ്റെ വാല്യൂ ചേഞ്ച് ആവും. അതേപോലെ 50 ആണെങ്കിൽ അങ്ങനെ ചേഞ്ച് ആവും. അതേപോലെ ഇനി ഷോർട്ട് കോളമിനും ഇൻ്റർമീഡിയറ്റ് കോളമിനും ലോങ് കോളമിനും അനുസരിച്ചുള്ള കംപ്രസീവ് സ്ട്രെസ്സിൻ്റെ ഫോമുലയും ചേഞ്ച് ആവും. ഓക്കെ, FCയുടെ ഫോമുല. ഓക്കെ, നെക്സ്റ്റ് വരുമ്പോൾ സ്പേസ്ഡ് കോളംസ് ആണ്. സ്പേസ്ഡ് കോളംസ് എന്ന് പറയുമ്പോഴത്തേക്ക് they are the special forms of built-up columns of a hollow construction consisting of 2 or more planks with their parallel and separated by space blocks and the
എൻഡ് ബ്ലോക്സ്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് 2 or more കോളംസ് തന്നെയാണ്, അതായത് ബിൽട്ടപ്പ് കോളം തന്നെയാണ്. ബട്ട് എന്താ ചെയ്യുക, ആ 2 ബ്ലോക്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് സ്പേസ് ബ്ലോക്സും എൻഡ് ബ്ലോക്സും വെച്ചിട്ടായിരിക്കും. അവിടെ നമ്മൾ എൻഡ് കണക്ടേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് പറയുന്നുണ്ട്. ദ സ്പേസർ ബ്ലോക്സ് ആൻഡ് ദ എൻഡ് ബ്ലോക്സ് ആർ കണക്റ്റഡ് ടു ദ പാരലൽ റണ്ണിങ് പ്ലാങ്സ് ബൈ ബോൾട്ട് ഓർ ദ കണക്ടേഴ്സ്. ഓക്കെ, നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു 6th പോയിന്റിൽ പറയുന്നുണ്ട് എന്താ, if the distance of the end connectors is equal to 5 to 10% of the actual length, then the individual member, then effective length will be L1 by root 3. അപ്പോൾ ആ എൻഡ് കണക്ടേഴ്സിൻ്റെ ഡിസ്റ്റൻസ് 5 to 10%ലാണ് ആക്ച്വൽ ലെങ്ത്, 5 to 10% ഓഫ് ദ ആക്ച്വൽ ലെങ്ത് ആണെന്നുണ്ടെങ്കിലാണ് ഇഫക്റ്റീവ് ലെങ്ത്തിൻ്റെ ഫോർമുല മാറുന്നത് L1 by root 3. ഓക്കെ, അതേപോലെ ഇപ്പോൾ വിതിൻ 5% ആണെന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് ദ കോളം വിൽ ബി L1 by root 2.5. അപ്പോൾ ഇതിന് പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ മനസ്സിലാവും കേട്ടോ. അപ്പോൾ സ്പേസ്ഡ് കോളമിലും അതുപോലെ തന്നെ, സ്പേസ്ഡ് കോളമിൽ ഷോർട്ട് കോളം ആണെങ്കിൽ S/D എന്ന് പറയുന്നത് വിൽ ബി ലെസ് ദാൻ 11 ആയിരിക്കും. ഓക്കെ, പിന്നെ FC വിൽ ബി ഈക്വൽ ടു FCP ആയിരിക്കും. പിന്നെ ഇൻ്റർമീഡിയറ്റ് കോളം ആകുമ്പം S/D വിൽ ബി ബിറ്റ്വീൻ 11 and K10 ആണ്. ഓക്കെ, ഇവിടെ K10 ആണ്. അപ്പോൾ സോളിഡ് കോളംസിൽ നമ്മൾ K8ഉം അതേപോലെ ബിൽട്ടപ്പ് കോളംസിൽ നമ്മൾ ബോക്സ് കോളംസിൽ നമ്മൾ K9ഉം പിന്നെ ഇവിടെ സ്പേസ്ഡ് കോളമിൽ നമ്മൾ K10ഉമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള FCയുടെ വാല്യൂവും ചേഞ്ച് ആവും. ഓക്കെ, ഷോർട്ട് ആണെങ്കിലും ഇൻ്റർമീഡിയറ്റ് ആണെങ്കിലും ലോങ് ആണെങ്കിലും അതനുസരിച്ചുള്ള FCയുടെ ഫോർമുലയും ചേഞ്ച് ആവും. ഓക്കെ, ഇനി നമുക്ക് ഓരോ പ്രോബ്ലം നോക്കാം. ഫസ്റ്റ് നമുക്ക് സോളിഡ് സെക്ഷൻ്റെ ഫോർമുല നോക്കാം. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് a column 200 by 200 mm is made of salwood. Determine the safe load for the column if its unsupported length is 2 meter. Take FCP equal to 10.6 and E is equal to 12,700 for salwood. FCP is equal to 10.6 Newton per millimeter square. അപ്പോൾ B അവർ തന്നിട്ടുണ്ട് 200, D തന്നിട്ടുണ്ട്, S തന്നിട്ടുണ്ട്. S എന്ന് പറയുന്നത് എന്തുവാ, S എന്ന് പറയുന്നത് അൺസപ്പോർട്ടഡ് ലെങ്ത് ആണ് 2 മീറ്റർ, FCP E. ഇനി S/D റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് 10 ആണ് കിട്ടിയിരിക്കുന്നത്. 10 എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ ലെസ് ദാൻ 11 ആണല്ലോ. അപ്പോൾ അതെന്താണ്, ഷോർട്ട് കോളമാണ്. അപ്പോൾ ഷോർട്ട് കോളമിലാകുമ്പോൾ FC എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു FCP ആണ്, അതായത് ലോഡ് ബൈ ഏരിയ. അങ്ങനെ ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. അവർ ലോഡാണ്, സേഫ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്താണാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, സെക്കൻഡ് പ്രോബ്ലം വരുമ്പോൾ ഡിറ്റർമൈൻ ദ സേഫ് ലോഡ് ഫോർ ദ എബോവ് പ്രോബ്ലം ഇഫ് അൺസപ്പോർട്ടഡ് ലെങ്ത് ഇസ് 3.5. സെയിം പ്രോബ്ലമാണ്, പക്ഷേ ലെങ്ത് 3.5 ആണ് തന്നിരിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് S/D ചെയ്യുമ്പോൾ നമുക്ക് ഗ്രേറ്റർ ദാൻ 11 ആണ് കിട്ടിയിരിക്കുന്നത്, അതായത് 17.5 ആണ് കിട്ടിയിരിക്കുന്നത്, ഗ്രേറ്റർ ദാൻ 11. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക, K8 ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. K8 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 24.9298 ആണ് കിട്ടിയത്. അതായത് നമുക്ക് കിട്ടിയ വാല്യൂ S/D റേഷ്യോ എത്രയാണ്, 17.5. ഈ 17.5 എന്ന് പറയുന്നത് 11ൻ്റെയും 24.98ൻ്റെയും നടുക്കായിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് ഇൻ്റർമീഡിയറ്റ് കോളമായിട്ടാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ചുള്ള FCയുടെ ഫോർമുല എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏതാണ് കോളം വരുന്നുള്ള ആദ്യം നോക്കിയിട്ട് അതനുസരിച്ചുള്ള FCയുടെ ഫോർമുല എടുത്തിട്ടാണ് നമ്മൾ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ ഇപ്പോൾ നെക്സ്റ്റ് പ്രോബ്ലം നോക്കി, അതിൽ ലെങ്ത്ത് 5 മീറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് എന്താ വരുന്നത്, 25 ആണ് S/D വരുന്നത്. ഓക്കെ, സ്ലെൻഡർനെസ് റേഷ്യോ നമുക്ക് വരുന്നത് 25 ആണ്. 25 എന്താ, ഗ്രേറ്റർ ദാൻ 11 ആണ്, ഗ്രേറ്റർ ദാൻ 11 ആണ്. അതേപോലെ K8 നമുക്ക് കിട്ടിയിരിക്കുന്നത് 24.298, അതായത് ബിറ്റ്വീൻ എന്തായാലും അല്ല, ബിറ്റ്വീൻ ആണോ വന്നിരിക്കുന്നത്, 11ൻ്റെയും K8ൻ്റെ ബിറ്റ്വീൻ ആണോ വന്നിരിക്കുന്നത്, അല്ല. എന്താണ് വന്നിരിക്കുന്നത്, K8ൻ്റെക്കാളും കൂടുതലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അത് ലോങ് കോളമായിട്ട് നമ്മൾ എടുക്കുക. അപ്പോൾ വീണ്ടും അതനുസരിച്ചുള്ള FCയുടെ ഫോർമുല എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ. ഈ നെക്സ്റ്റ് ഫോർത്ത് പ്രോബ്ലം എടുക്കുമ്പോഴത്തേക്ക് എ കോളം ഓഫ് 200 mm ഡയ. അപ്പോൾ 200 mm ഡയ കോളമാണ്, അതായത് സർക്കുലർ കോളമാണെന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഈസ് മെയ്ഡ് ഓഫ് എ സാൽവുഡ്. ഡിറ്റർമൈൻ ദ സേഫ് ആക്ച്വൽ ലോഡ് ഇഫ് ഇറ്റ്സ് ഇഫക്റ്റീവ് ലെങ്ത് ഇസ് 2 മീറ്റർ, FCP ഈസ് 10.6 ആൻഡ് E 12,700. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, റൗണ്ട് കോളം ആണെങ്കിൽ, സർക്കുലർ കോളം ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഫോർ എ
column of circular section, the least lateral dimension d is taken equal to the size of the equivalent square of the same area. അപ്പോൾ അതായത് d is equal to small d is equal to 0.886 times of a capital D. അപ്പോൾ അങ്ങനെ നമുക്ക് d കിട്ടും. അതിൽ നിന്നും s/d എടുക്കുക. വീണ്ടും ഗ്രേറ്റർ ദാൻ 11 ആണോ നോക്കുക. എന്നിട്ട് ആണെന്നുണ്ടെങ്കിൽ K8 കാൽക്കുലേറ്റ് ചെയ്യുക നമുക്ക്. അപ്പോൾ വീണ്ടും ഇതിൽ ഇൻ്റർമീഡിയറ്റ് കോളമായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. വീണ്ടും അതിനനുസരിച്ചുള്ള എഫ് സിയുടെ ഫോമുല എടുക്കുക, ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, എല്ലാം അങ്ങനെ അങ്ങ് ചെയ്തുകൊണ്ട് പോയാൽ മതി. ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസൈൻ എ റെക്ടാങ്കുലർ കോളം ഓഫ് ഗ്രൂപ്പ് ബി ടിമ്പർ ടു ബി യൂസ്ഡ് ഇൻ ആൻ ഓപ്പൺ ഷെഡ് ആണ് പറഞ്ഞിട്ടുണ്ട്. ഓപ്പൺ ഷെഡ് ടു ക്യാരി ആൻ ആക്ച്വൽ ലോഡ് ഓഫ് 550 kN. ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് എ കോളം ഈസ് 3 meter. അപ്പോൾ നമുക്ക് കോഡ് ബുക്കിൽ നിന്ന് ഈ ഓപ്പൺ ഷെഡിന് ഔട്ട്സൈഡ് ലൊക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ FCPയുടെ വാല്യൂ 6.3 Nm/mm² ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ, നോ പ്രോബ്ലം. ഇല്ലെങ്കിൽ നമ്മൾ ടേബിളിൽ നിന്ന് എടുക്കണം. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ലോഡ് P തന്നിട്ടുണ്ട്, ഇഫക്റ്റീവ് ലെങ്ത് തന്നിട്ടുണ്ട്. നമ്മൾ എസ്യൂം ആസ് എ ഷോർട്ട് കോളം. ഇതിപ്പോൾ ഡിസൈൻ ആണ് അവർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഒരു റെക്ടാങ്കുലർ സെക്ഷൻ ഡിസൈൻ. അപ്പോൾ ഏത് കോളം ആണെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. നമ്മൾ ജസ്റ്റ് എസ്യൂം ചെയ്യുക, ഷോർട്ട് കോളമായിട്ട് എസ്യൂം ചെയ്തിട്ട് S/D വിൽ ബി ലെസ് ദാൻ 1 ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ നിന്നും D നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് സ്ട്രെസ് FC എന്ന് പറയുന്നത് എന്താ? P/A. FC P/A എന്ന് പറയുന്നത് ഫോർ ഷോർട്ട് കോളം FC വിൽ ബി ഈക്വൽ ടു FCP ആണ്. എന്നിട്ട് അതിൽ നിന്നും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക, അതിൽ നിന്നും B കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിയും ബിയും ആണ് മെയിനായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. ഇപ്പോൾ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ, അതിൻ്റെ ഡയമെൻഷൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുള്ളത്. ബിയും ഡിയും അതാണ് കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വരുന്നത് ഡിസൈൻ എ റൗണ്ട് കോളമാണ് ഇവിടെയും. റൗണ്ട് കോളം ഓഫ് ഗ്രൂപ്പ് എ ടിമ്പർ ടു ബി യൂസ്ഡ് ഫോർ ഇൻസൈഡ് ലൊക്കേഷൻ ടു ക്യാരി ആൻ ആക്ച്വൽ ലോഡ് ഓഫ് 300 kN. ലെങ്ത് ഓഫ് ദ കോളം ഇസ് 3.5 meter. അപ്പോൾ ഇവിടെ നിന്നും FCP നമ്മൾ എടുക്കുക, ഗ്രൂപ്പ് എ ഇൻസൈഡ് ലൊക്കേഷൻ ആയതുകൊണ്ട്. പിന്നെ ഇൻ്റെ വാല്യൂ ഗ്രൂപ്പ് എക്ക് എത്രയാണെന്നും ഗ്രൂപ്പ് ബിക്ക് എത്രയാണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് അസ്യൂം ഡയമീറ്റർ ഓഫ് ദ കോളം ഓർ D ഈസ് ഈക്വൽ ടു 200 mm. ഇവിടെ ഡിസൈൻ ചെയ്യാൻ പറഞ്ഞതാണ് അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ എത്രയാണ് ഡയമീറ്റർ ഓഫ് എ കോളം അവർ തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എസ്യൂം ചെയ്യുക, ഒരു 200 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ D എന്ന് പറഞ്ഞ സ്മോൾ d എന്താ നമുക്കറിയാം, 0.886 ടൈംസ് ഓഫ് ക്യാപിറ്റൽ D. അപ്പോൾ അതിൽ നിന്നും S/D കാൽക്കുലേറ്റ് ചെയ്യുക. വീണ്ടും അത് ഗ്രേറ്റർ ദാൻ 11 ആണ് കിട്ടിയത്, അതുകൊണ്ട് K8 കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് FC കാൽക്കുലേറ്റ് ചെയ്യുക, ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി നെക്സ്റ്റ് വരുന്നത് ബിൽട്ടപ്പ് കോളമാണ്. ബിൽട്ടപ്പ് കോളമിൻ്റെ പ്രോബ്ലം എങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ബിൽട്ടപ്പ് കോളം ഓഫ് എ സാൽവുഡ് കൺസിസ്റ്റ് ഓഫ് 4 planks ഓഫ് 50 mm by 300 mm with a central core of 250 by 250. Calculate safe load carrying capacity if its height is 4 meter. Take FCP 10.6 and E is equal to 12,700 തന്നിട്ടുണ്ട്. അപ്പോൾ ഔട്ടർ ഡയമെൻഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 350 by 350 ആയിരിക്കും. ഓക്കെ, അതായത് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 50 എന്നും അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 300 എന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോട്ടൽ ഡയമെൻഷൻ ഔട്ടർ ഡയമെൻഷൻ നമുക്ക് എത്ര വരും? 350 ആയിരിക്കും വരുന്നത്. 350 by 350 ആയിരിക്കും വരുന്നത്. അതായത് കോർ ഡയമെൻഷൻ എത്ര വരും? കോർ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് 250 ആയിരിക്കും വരുന്നത്. അതായത് D1ഉം D2ഉം നമ്മൾ അതിങ്ങനെ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. ഓക്കെ, അപ്പോൾ D1 D2 നമുക്ക് കിട്ടി. ഇനി നമുക്ക് S/D കാൽക്കുലേറ്റ് ചെയ്തൂടെ? ബിൽട്ടപ്പ് സെക്ഷൻ്റെ സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ ഫോമുല എന്താണ്? S/√D1² + D2² ആണ്. അപ്പോൾ D1 നമുക്കറിയാം, D2 നമുക്കറിയാം. എന്നിട്ട് അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും K9 ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഗ്രേറ്റർ ദാൻ 8 ആണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഗ്രേറ്റർ ദാൻ 8 ആണ് കിട്ടിയത്, അതുകൊണ്ട് K9 കാൽക്കുലേറ്റ് ചെയ്യുക. ബിറ്റ്വീൻ ആണോ വരുന്നതെന്നൊന്ന് നോക്കുക. നമുക്കിവിടെ ബിറ്റ്വീൻ ആണ് വരുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇൻ്റർമീഡിയറ്റ് സെക്ഷനായിട്ട് ചൂസ് ചെയ്യുക. ഓക്കെ, ഇവിടെ 50 mm പ്ലാങ്ക് ആണ് തന്നിരിക്കുന്നത്. 50 mm പ്ലാങ്ക് ആയതുകൊണ്ട് യുവിൻ്റെയും ക്യൂവിൻ്റെയും വാല്യൂ നമ്മൾ ടേബിളിൽ നിന്നും ചൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീണ്ടും FC അതിൻ്റെ കറസ്പോണ്ടിങ് ഫോമുല എടുക്കുക, FC കാൽക്കുലേറ്റ് ചെയ്യുക, ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ഡിസൈൻ എ ബിൽട്ടപ്പ് സാൽവുഡ് കോളം ഫാബ്രിക്കേറ്റഡ് ഔട്ട് ഓഫ് 50 mm തിക്ക് പ്ലാങ്ക് ആൻഡ് 250 mm 350 mm width to carry an axial load of 800 kN over an effective length of 3.5 meter. Take FCP is equal to 10.6 and E is equal to 12,700. Design a column. അപ്പോൾ കോളം ഡിസൈൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് പ്ലാങ്ക്സ് വേണം. ഓക്കെ, അതിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്.
നമുക്ക് നമ്പർ ഓഫ് പ്ലാങ്ക്സ് വേണം. അപ്പോൾ ഇവിടെ FCP 10.6 ആണ്. സ്ട്രെസ് ഓഫ് ദ പ്ലാങ്ക് ഓർ സ്ട്രെസ് ഇൻ ദ പ്ലാങ്ക് എന്ന് പറയുന്നത് എന്താ, ലോഡ് ബൈ ഏരിയ. സ്ട്രെസ് ഇസ് ഇക്വൽ ടു ലോഡ് ബൈ ഏരിയ ആണ്. അപ്പോൾ ഏരിയ ഓഫ് എ പ്ലാങ്ക് എന്ന് പറയുന്നത് എന്താ, എത്ര നമ്പർ ഓഫ് പ്ലാങ്ക്സ് ഉണ്ട് അത് ഇൻറ്റു ഏരിയ ഓഫ് ഈച്ച് പ്ലാങ്ക്. മനസ്സിലായി? ഏരിയ ഓഫ് ഈച്ച് പ്ലാങ്ക് ആയിരിക്കും ടോട്ടൽ ഏരിയ ഓഫ് എ പ്ലാങ്ക് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അതിൽ നിന്നും സ്ട്രെസ് ഓഫ് എ പ്ലാങ്ക് എന്ന് പറയുന്നത് 0.9 ടൈംസ് ഓഫ് FCP ആണ്. അത് നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. ഓക്കെ, സ്ട്രെസ്സിൻ്റെ പ്ലാങ്ക് എന്ന് പറയുന്നത് 0.9 ടൈംസ് ഓഫ് FCP. എന്നിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ആവറേജ് ഏരിയ എന്ന് പറയുന്നത് 50 × 250 + 50 × 350 ഡിവൈഡഡ് ബൈ 2. അതായത് നമുക്ക് D1 ഉം D2 ആണ് നമുക്ക് അറിയാവുന്നത് ആണല്ലോ. അപ്പോൾ D1 എന്ന് പറയുന്നത് എന്താണ്, ഔട്ടർ ഡയമെൻഷൻ 350, പിന്നെ D2 എന്ന് പറയുന്നത് ഇന്നർ ഡയമെൻഷനാണ്. അപ്പോൾ അതിൻ്റെ ആവറേജ് ഏരിയ വേണം നമ്മൾ എടുക്കാൻ. 50 × അതായത് തിക്നെസ് 50 × 250 + 50 × 350 ഡിവൈഡ് ബൈ 2. അങ്ങനെ ആവറേജ് ഏരിയ എടുക്കുക. എന്നിട്ട് നമ്പർ ഓഫ് പ്ലാങ്ക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഈ മേളിലത്തെ സ്ട്രെസ് ഇൻ പ്ലാങ്ക് ഉണ്ടല്ലോ, അതിൻ്റെ ഫോമുലയിൽ നിന്ന് നമ്പർ ഓഫ് പ്ലാങ്ക്സ് എടുക്കുക, ലോഡ് ബൈ സ്ട്രെസ് ഇൻ ടു ഏരിയ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് നമ്പർ ഓഫ് പ്ലാങ്ക്സ് 6 നമ്പേഴ്സാണ് കിട്ടുന്നത്. അതിപ്പോൾ ഈ ഫിഗറിൽ കാണിച്ച കണക്ക് 6 പ്ലാങ്ക്സ് കാണിക്കുക. 1, 2 എവിടെയാണെന്നും 3, 4, 5, 6. അപ്പോൾ ഇതിൽ നിന്ന് D1 നമ്മൾ എങ്ങനെ എടുക്കും? D1 എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഔട്ടർ ഡയമെൻഷൻ 350. D2 എന്ന് പറയുന്നത് ആ രണ്ട് ഞാൻ മേളിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫിഗർ എങ്ങനെ എടുക്കുന്നതെന്നുള്ളത്. ഓക്കെ, അതായിരിക്കും D2. D2 എന്ന് പറയുന്ന രണ്ട് പ്ലാങ്കിൻ്റെയും തിക്നെസ് ആയിരിക്കും വരുന്നത്. 50 + 50 200. ഓക്കെ, വീണ്ടും S/D ഫോമുലയിൽ അതായത് സ്ലെൻഡർനെസ് റേഷ്യോൻ്റെ ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. >8 ആണ് വരുന്നത് ഇവിടെയും. അപ്പോൾ K9 കാൽക്കുലേറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഇൻ്റർമീഡിയറ്റ് സെക്ഷൻ ആവും. നെക്സ്റ്റ് വീണ്ടും FCയുടെ ഫോമുല എടുക്കുക, FC കാൽക്കുലേറ്റ് ചെയ്യുക, ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ ചെറിയ ചെറിയ വേരിയേഷൻസ് മാത്രമേ ഉള്ളൂ വരുന്നത്. അത് ഓരോ ടൈപ്പ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ഓക്കെ, സോളിഡ് കോളംസ് ആയാലും ബിൽട്ടപ്പ് കോളംസ് ആയാലും ബോക്സ് കോളം ആയാലും സ്പേസ്ഡ് കോളം ആയാലും. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു സ്പേസ്ഡ് കോളം, അതും കൂടെ ചെയ്യാം. സ്പേസ്ഡ് കോളം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു എന്താണ്, രണ്ട് പ്ലാങ്ക്സ് നമ്മൾ എൻഡ് ബ്ലോക്സ് വെച്ച് കണക്ട് ചെയ്യുവാണ് യൂസിങ് എൻഡ് കണക്ടേഴ്സ്. ഈ ഫിഗർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഓക്കെ, 1, 2 എന്ന് എഴുതിയിരിക്കുന്നതാണ് രണ്ട് പ്ലാങ്ക്, വുഡൻ പ്ലാങ്ക്സ്. പിന്നെ രണ്ട് എൻഡ് ബ്ലോക്സ് കണ്ടോ, രണ്ട് എൻഡ് ബ്ലോക്സ് മേളിലും താഴെയും. പിന്നെ ഒരു കറുത്ത ബ്ലാക്ക് ഷെയ്ഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതാണ് എൻഡ് കണക്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ assume end connectors are provided at a 5% ഡിസ്റ്റൻസ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീവിയസ് ആയിട്ട് തിയറി പോർഷനിൽ. എൻഡ് കണക്ടേഴ്സിൻ്റെ തമ്മിലുള്ള ഡിസ്റ്റൻസ് വിതിൻ 5% ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇഫക്റ്റീവ് ലെങ്തിൻ്റെ ഫോമുല എന്ന് പറയുന്നത് L1/√2.5 ആണല്ലോ. അപ്പോൾ അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, അസ്യൂം ചെയ്യുവാണ് എന്താണ്, വിതിൻ 5% ഡിസ്റ്റൻസിലാണ് എൻഡ് കണക്ടർ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. അപ്പോൾ ഡിസ്റ്റൻസ് ഓഫ് എൻഡ് കണക്ടേഴ്സ് എന്ന് പറയുന്നത് 5/100 × 3 ചെയ്യുക. അത്രയും അതാണ് ഡിസ്റ്റൻസ് ഓഫ് എൻഡ് കണക്ടേഴ്സ് 150 mm. അപ്പോൾ L1 എന്ന് പറയുന്നത് എന്താ, L1 ഈ ഫിഗർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. L1 എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത്ത് 3000 മൈനസ് ആ എൻഡ് ബ്ലോക്ക്. ഓക്കെ, അതായത് എൻഡ് കണക്ടേഴ്സിൻ്റെ ഡിസ്റ്റൻസ് മൈനസ് ചെയ്ത് അത്രയാണ് L1 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിനി S കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. S എന്ന് പറയുന്നത് L1/√2.5 ആണ് ഫോർ 5% ഡിസ്റ്റൻസ്. അങ്ങനെ S കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നിന്നും വീണ്ടും S/D കാൽക്കുലേറ്റ് ചെയ്ത് >11 ആണ് ഇവിടെയും കിട്ടുന്നത്. വീണ്ടും K10, ഇവിടെ എന്താണ്, K10 ആണ് ഇവിടെ ഈ സ്പേസ്ഡ് കോളമിൽ നമ്മൾ എടുക്കേണ്ടത്. K10ൻ്റെ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് 11ൻ്റെയും K10ൻ്റെയും ബിറ്റ്വീൻ ആണ് വാല്യൂ വരുന്നത്. അതുകൊണ്ട് അത് ഇൻ്റർമീഡിയറ്റ് കോളം ആയിരിക്കും. വീണ്ടും FCയുടെ ഫോമിൽ എടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വീണ്ടും ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ ഇപ്പോൾ ലോഡ് തന്നിട്ടുണ്ട്, അപ്പോൾ ഇവിടെ നമുക്ക് ഏരിയ ആണ് വേണ്ടത്. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യാനുള്ളത്. ഓക്കെ.